ഇടുക്കിയിലേക്ക് പോകാം. ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. രാത്രി ജില്ലയിൽ പരക്കെ പെയ്ത മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലും വണ്ണപ്പുറം ചേലച്ചുവട് പാതയിലും ഗതാഗതം ഭാഗികമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് രാത്രി യാത്ര നിരോധിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സിബി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇടുക്കി ജില്ലയിലെ സാഹചര്യമെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. സിബി, എന്താണ് ജില്ലയിൽ ഇപ്പോഴത്തെ മഴയുടെ അവസ്ഥ? മഴ രാത്രിയിൽ ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് മാറും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നോ? മനു, വെരി ഗുഡ് മോർണിംഗ്. രാത്രിയിൽ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട വലിയ മഴയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ്. ഒരു 4 മണിക്ക് ശേഷം ശക്തമായ മഴയാണ്, തുടർച്ചയായ മഴയാണെന്ന് പറയാം. ഇന്നലത്തെ ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്നലെ പൊതുവേ ഒരു ശാന്തമായ അല്ലെങ്കിൽ തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ, ഇന്നലെ രാത്രി കൂടി തന്നെ മഴ ശക്തമായി. ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ തുടർച്ചയായ മഴ എന്ന് തന്നെ പറയാം. മഞ്ഞ അലർട്ടാണ് നിലവിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ജലനിരപ്പ്, പ്രത്യേകിച്ച് മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് അപകടനിലയും കഴിഞ്ഞ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതായത് 4-5 ഡാമുകൾ, ചെറിയ ഡാമുകൾ തുറന്നുവിട്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പാബ്ല, അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി, കല്ലാറ്, മലങ്കര, ഇരട്ടയാർ എന്നീ ചെറിയ ഡാമുകളൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ ഡാമുകളൊക്കെ റെഡ് അലർട്ടാണ്. അതിൻ്റെ സംഭരണശേഷിയും കഴിഞ്ഞ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാമുകളിലെ വെള്ളം നേരത്തെ തന്നെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇത് തൊടുപുഴയാറിലേക്കും മൂവാറ്റുപുഴയാറിലേക്കുമാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇന്ന് രാവിലെയൊക്കെ നല്ല രീതിയിൽ ജലനിരപ്പ് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മലങ്കര ഡാമിലെ വെള്ളം ഇന്നലെ കഴിഞ്ഞ രാത്രി ഒരു 11:30 50 സെൻറ്റിമീറ്റർ ആയിരുന്നു പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ ഇനിയിപ്പോൾ 1.5 മീറ്ററോളം വെള്ളം പുറത്തേക്ക് വിടേണ്ടി വരുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജലനിരപ്പ് തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഇപ്പോൾ തന്നെ 12.22 മീറ്ററാണ്. അവിടെ അപകടനില എന്ന് പറയുന്നത് 11 മീറ്ററാണ്. ആ അപകടനിലയും കഴിഞ്ഞ് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. തൊടുപുഴയും അതോടൊപ്പം തന്നെ അപകടനില 11.79 മീറ്ററാണ്. പക്ഷേ ജലനിരപ്പ് ഇപ്പോൾ അത് 12.14 മീറ്ററായി ഉയർന്നു. കാളിയാർ ജലനിരപ്പ് അപകടനില 14.1 മീറ്ററാണ്. അത് ജലനിരപ്പ് ഇപ്പോൾ 12.51 മീറ്ററായി ഉയർന്നു. അങ്ങനെ ഈ ഇരുകരകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ പലയിടത്തും ഇലാഹിയ കോളനി ഉൾപ്പെടെയൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. നിലവിൽ 8ഓളം ക്യാമ്പുകൾ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 132-ലധികം ആളുകൾ ഈ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടുക്കി ജില്ലയിലെ ഒരു ഭീഷണി എന്ന് പറയുന്നത് ഒന്ന് മണ്ണിടിച്ചിലാണല്ലോ. സിബി, ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് മലയോരത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ മണ്ണിടിച്ചിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് മണ്ണിടിച്ചിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതിനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ജാഗ്രതകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഒപ്പം യാത്രയുമായി ബന്ധപ്പെട്ട മലയോര പാതകളിലൂടെയുള്ള യാത്രകളുമായി ബന്ധപ്പെട്ട് നൽകുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? മനു, ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഇന്നലെ നേര്യമംഗലം, അതോടൊപ്പം തന്നെ ധനുഷ്കോടി, അതായത് കൊച്ചി ധനുഷ്കോടിയിലെ നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. അതുകൂടാതെ ഇന്നലെ കട്ടപ്പന കുമളി സംസ്ഥാന പാതയിൽ പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ വണ്ണപ്പുറം ചേലച്ചോട് ഭാഗത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അവിടെ ഇത്തരത്തിൽ ഗതാഗതം ഒരു വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ, ചില ഇടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ എല്ലാം തന്നെയും നിരവധി ഭാഗത്തൊക്കെ ഇത്തരത്തിൽ തങ്കമണി ഭാഗത്തൊക്കെ നിരവധി സ്ഥലങ്ങളിൽ റോഡിലേക്ക് വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. അങ്ങനെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ ഇനിയിപ്പോൾ തൊടുപുഴ, പ്രത്യേകിച്ച് തൊടുപുഴ ടൗണിലുള്ള നഗരസഭയ്ക്ക് കീഴിലുള്ള 13 വാർഡുകളിലും അതുകൂടാതെ കുമാരമംഗലം പഞ്ചായത്തിലും വരുന്ന ഒരു 6 ദിവസത്തേക്ക് കുടിവെള്ളം വിതരണം എല്ലാം നിലയും തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്.
ഇവിടെ ഈ തൊടുപുഴ വാട്ടർ അതോറിറ്റിയുടെ പുറകിലുള്ള വലിയ ചുറ്റുമതിൽ തകർന്നു വീഴുകയും പിന്നീട് കുടിവെള്ളം വിതരണം ചെയ്യുന്ന വലിയ പൈപ്പ് തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പൈപ്പുകളെല്ലാം തന്നെയും അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ പുനഃസ്ഥാപിക്കാനുള്ള പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഒരു 6 ദിവസമെങ്കിലും വേണ്ടിവരും ഈ ഒരു അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി. അങ്ങനെ നഗരത്തിൽ കുടിവെള്ളം മുട്ടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആശങ്കകരമാണ് കാര്യങ്ങൾ. എങ്കിൽ പോലും ഭയപ്പെടേണ്ടതില്ല, ആളുകൾ ഒരു പാനിക്ക് ആകേണ്ട ഒരു സാഹചര്യമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും വളരെ വലിയ ഒരു മുൻകരുതലും അതോടൊപ്പം തന്നെ ഈ പരമാവധി ഈ മലയോര മേഖലയിലേക്ക് രാത്രി യാത്രയും മറ്റുമെല്ലാം തന്നെയും വേണ്ട എന്ന് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കണം. അതിന് കൃത്യമായ നിരോധനമുണ്ടെന്ന് കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നല്ല മഴ തിമിർത്ത് പെയ്യുന്നു തന്നെ പറയാം മനു. തീർച്ചയായും സിബി, ഏതായാലും പലയിടങ്ങളിലും മഴ ശക്തമായി പെയ്യുന്നു. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇടുക്കിയിലുടനീളം നൽകിയിട്ടുണ്ട്.